വെൽക്കം ബാക്ക് ടു അഞ്ജൂസ് നാടൻ രുചികൾ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മീൻ കറിയാണ്. തേങ്ങയൊക്കെ ചേർത്ത് തക്കാളിയൊക്കെ ചേർത്തിട്ടുള്ള നല്ലൊരു സൂപ്പർ മീൻ കറിയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന്. ഈ മീൻ കറി എങ്ങനെയാണ് റെഡിയാക്കേണ്ടതെന്ന് നോക്കാം. അതിനാവശ്യമായിട്ട് ഞാനിവിടെ 1/2 കിലോ അയലയാണ് എടുത്തിട്ടുള്ളത്. അയല ഇങ്ങനെ 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ തക്കാളി ചേർക്കുന്നുണ്ട്. തക്കാളി ഇട്ടിട്ടാണ് ഈ മീൻകറി തയ്യാറാക്കുന്നത്. പിന്നെ കറിയിലേക്ക് ആവശ്യത്തിന് തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട്. ഏകദേശം എൻ്റെ കൈക്ക് 2 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കറിയിലേക്ക് ചേർക്കാൻ ഒരു വലിയ കഷ്ണം ഇഞ്ചി, 10-15 ചെറിയ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, കുറച്ച് കറിവേപ്പില. പിന്നെ കറിയിലേക്ക് ചേർക്കാൻ കുടംപുളി ഞാൻ വെള്ളത്തിലിട്ട് ഒരു 10-15 മിനിറ്റ് മുമ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിനകത്തേക്ക് പ്രത്യേകം ഒന്നും വഴറ്റിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എല്ലാം കൂടി ചട്ടിയിലേക്ക് ഇട്ടിട്ട് അങ്ങനെ തന്നെ തിളപ്പിച്ചെടുത്താൽ മതി. നമ്മുടെ കറി പെട്ടെന്ന് തന്നെ റെഡിയാകും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കണം. പച്ചമുളകൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. പിന്നെ തേങ്ങ ഒന്ന് കറിയിലേക്കുള്ള അരപ്പ് ചേർക്കുന്നതിന് 2 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ഞാനിതിലേക്ക് മല്ലിപ്പൊടി ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അധികം ചേർക്കേണ്ട ആവശ്യമില്ല. മല്ലിപ്പൊടി ചേർത്താൽ അതിൻ്റെ ഫ്ലേവറായിരിക്കും മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ചേർത്താൽ മതിയാകും. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ചേർത്ത് തേങ്ങ നല്ല പേസ്റ്റ് പോലെ നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പം മീൻ കറിക്ക് ആവശ്യമായ അരപ്പ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഓറഞ്ച് കളറിൽ അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് മീൻ കഷ്ണങ്ങളൊക്കെ ഏകദേശം ഒന്ന് മുങ്ങിക്കിടക്കുന്നതിന് ആവശ്യമായ വിധത്തിൽ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും പോരാ. ഇനി കഷ്ണങ്ങളെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും വെള്ളം ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. ഞാനിവിടെ ഒരു ചെറിയ തക്കാളിയെ ചേർത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ എടുത്ത ഇഞ്ചി വെളുത്തുള്ളി ഞാൻ നന്നായിട്ട് ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളകൊന്ന് കീറിയെടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പില മാറ്റി വയ്ക്കാം, ലാസ്റ്റ് ഒന്ന് മുകളിൽ വിതറുന്നതിന്. ബാക്കി എല്ലാം നമുക്കിപ്പോൾ തന്നെ ചേർക്കാം. ഇനി കറിയിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള കുടംപുളി ചേർക്കാം. പിന്നെ ഞാൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇളം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. അപ്പോൾ ഈ വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. ഇനി മീന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ബാക്കി വെള്ളം ചേർത്താൽ മതി. ഇനി നമുക്ക് നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചട്ടിയിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർക്കാം. ഞാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുന്നുള്ളൂ. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നിട്ട് പിന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. പിന്നെ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ജസ്റ്റ് ഒന്ന് ചതച്ച് ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇഞ്ചിയുടെ ടേസ്റ്റാണ് കൂടുതൽ മുന്നിട്ട് നിൽക്കേണ്ടത്. അതുകൊണ്ട് വെളുത്തുള്ളി അധികം ചേർക്കണ്ട, ഇഞ്ചിയാണ് കൂടുതൽ ചേർക്കേണ്ടത്. ഇപ്പോൾ മീൻ കഷ്ണങ്ങളൊക്കെ മുങ്ങിക്കിടക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വന്നാൽ മതിയല്ലോ. അപ്പോൾ അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇത്രയും തന്നെ വെള്ളം ആവശ്യമുള്ളൂ. ഇനി നമുക്കിത് അടുപ്പിലേക്ക് മാറ്റാം. ഇപ്പോൾ ഞാൻ കറി അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഒരു 2 മിനിറ്റിന് കൊണ്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് ആക്കി ഒരു 10 മിനിറ്റോളം നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. പിന്നെ തേങ്ങ ചേർക്കുന്നതുകൊണ്ട് കറി പെട്ടെന്നൊന്ന് കുറുകിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പോൾ ഞാനിതൊന്ന് മൂടി വയ്ക്കട്ടെ. 2 മിനിറ്റിന് ശേഷം നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് അടപ്പ് മാറ്റാം.
ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കറി ഇതേ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു പാകത്തിലേക്ക് നമുക്ക് ഒന്ന് ലോ ഫ്ലെയിം ആക്കി കൊടുക്കാം. അതിനുശേഷം കറി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തേങ്ങയൊക്കെ മുകളിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുകയാണ്. മീൻ കഷ്ണങ്ങളൊക്കെ അടിയിൽ തന്നെയുണ്ട്, അതിൽ ഞാൻ അധികം ഇളക്കുന്നില്ല. ഇനിയൊന്ന് ലോ ഫ്ലെയിം ആക്കി ഏകദേശം ഒരു 10 മിനിറ്റോളം നന്നായിട്ടൊന്ന് തിളച്ച് കറിയൊന്ന് കുറുകി വരട്ടെ. ഇപ്പോൾ ഒരു ഏകദേശം 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കറി നന്നായിട്ട് തിളച്ച് കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർത്ത തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. ഫ്ലെയിം ഓഫ് ചെയ്താലും ചട്ടിയുടെ ചൂട് കൊണ്ട് കുറച്ച് സമയം കൂടി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. അത് ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ കറി കുറച്ചുകൂടി ഒന്ന് കുറുകിയും വരും. പിന്നെ വാങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിനകത്ത് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കുക. 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കൂടി ചേർക്കാം. നമ്മൾ കഴിക്കുന്നതിന് ഒരു 4-5 മണിക്കൂർ മുമ്പൊക്കെ മീൻകറിയൊക്കെ തയ്യാറാക്കി വെക്കുന്നതാണ് നല്ലത്. അപ്പോഴാണ് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. പിന്നെ ഇനി ഇങ്ങനെ ഒന്ന് മൂടി വെച്ചേക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് ഇതിനാവശ്യമായിട്ടുള്ള പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങി വരും. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ പുളി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. പുളി നോക്കിയതിന് ശേഷം പുളി കൂടുതലാണെങ്കിൽ നമ്മൾ ഇട്ടിരിക്കുന്ന പുളിയുടെ പീസ് അങ്ങനെ തന്നെ ഒന്ന് എടുത്ത് മാറ്റണം. അല്ലെങ്കിൽ കറിയിൽ കൂടുതൽ പുളിയായി പോകും. ഇനി നമുക്ക് കുറച്ച് സമയത്തിന് ശേഷം ഇത് സെർവ് ചെയ്യാൻ എടുക്കാം. ഇപ്പോൾ ഇവിടെ ലഞ്ച് ടൈം ആയിട്ടുണ്ട്. നമ്മൾ കറി തയ്യാറാക്കിയിട്ട് ഏകദേശം ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഒന്ന് തുറന്ന് നോക്കാം. ഇതാ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അത്യാവശ്യം കറി കുറുകിയും വന്നിട്ടുണ്ട്. പിന്നെ ചോറിനൊക്കെ ആകുമ്പോൾ കുറച്ച് ചാറുള്ളതാണ് നല്ലത്. അതുകൊണ്ട് ഞാൻ അധികം കുറുക്കി എടുത്തിട്ടില്ല. കഷ്ണങ്ങളും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റുള്ള കറിയാണ്. നിങ്ങളുടെ കമൻസും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.